നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. തൃശൂർ പുന്നയൂർകുളത്ത് റോഡിൽ രക്തം പരന്നു കിടക്കുന്നത് പരിഭ്രാന്തി പരത്തി. വടക്കേക്കുന്നത്ത് റോഡിൽ രക്തം കണ്ടത് രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ. രക്തസാമ്പിൾ ശേഖരിച്ചതായും കൂടുതൽ പരിശോധന നടത്തുമെന്നും പോലീസ്. പ്രാഥമിക പരിശോധനയിൽ സമീപത്ത് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. തിരുവല്ലോമല ചിക്കൻ സെന്റർ മോഷണം. ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. പഴയന്നൂർ പോലീസിന്റെ പിടിയിലായത് ബംഗാൾ ഹുഗ്ലി സ്വദേശി 24 വയസ്സുള്ള സ്വധൻ ഹസ്ര. പാഞ്ഞാൾ പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഇനി സുഖയാത്ര. നിർമ്മാണം പൂർത്തിയായ 3 ഗ്രാമീണ റോഡുകൾ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. റോഡ് നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 30 ലക്ഷം രൂപ ചിലവഴിച്ച്. വാർത്തകൾ വിശദമായി. തൃശൂർ പുന്നയൂർകുളം ചമ്മന്നൂരിൽ റോഡിൽ രക്തം കണ്ടത് പരിഭ്രാന്തി പരത്തി. രക്തസാമ്പിൾ ശേഖരിച്ച് കൂടുതൽ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. രാവിലെ നടക്കാനിറങ്ങിയവരാണ് വടക്കേക്കുന്നത്ത് റോഡിൽ രക്തം പരന്നുകിടക്കുന്നത് കണ്ടത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. രാത്രിയിൽ അസാധാരണമായ യാതൊരു ശബ്ദവും കേട്ടിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അതേസമയം രക്തം കണ്ടെത്തിയ റോഡിന് സമീപം പോലീസ് നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ രക്തസാമ്പിൾ ശേഖരിച്ചതായും കൂടുതൽ പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചു. റോഡിൽ രക്തം കണ്ടത് പ്രദേശത്ത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവല്ലോമല ചിക്കൻ സെന്റർ മോഷണം. ബംഗാൾ സ്വദേശിയായ പ്രതി പിടിയിൽ. ബംഗാൾ ഹുഗ്ലി സ്വദേശിയായ 24 വയസ്സുള്ള സുധൻ ഹസ്രയെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലെ SI മണികണ്ഠൻ, ASIമാരായ സതീഷ് കുമാർ, അനിൽകുമാർ, ലിപ്സൺ, ഹോംഗാർഡ് നാരായണസ്വാമി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചിക്കൻ സെന്ററിന് സമീപത്തെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും പ്രതിയെ പിടികൂടിയത്. സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിരുവല്ലോമല ടൗണിലെ ചിക്കൻ സെന്ററിൽ നിന്നും ശനിയാഴ്ച രാത്രി 11:30യോടെയാണ് പ്രതി മോഷണം നടത്തി 22,000 രൂപയോളം കവർന്നത്. CCTV ദൃശ്യങ്ങളിൽ പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചതാണ് കേസിൽ നിർണായകമായത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച 3 ഗ്രാമീണ റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ വകയിരുത്തി 2ാം വാർഡിൽ നിർമ്മിച്ച റോഡുകളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നിർവഹിച്ചു. പുളിഞ്ചോട് കുന്നത്ത് റോഡ്, കോരന്തൊടി കനാൽ റോഡ്, കരിയർക്കോട് പാടശേഖരം റോഡ് തുടങ്ങി പുതിയ 3 റോഡുകളുടെ ഉദ്ഘാടനമാണ് നടന്നത്. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. തൊഴിലുറപ്പ് AE മുഹമ്മദ് റാഫി, ഓവർസിയർ ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പർ സന്ദീപ് കൊന്നനാത്ത് സ്വാഗതവും CDS മെമ്പർ ജയശ്രീ ബാലൻ നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ 3 വർഷം കൊണ്ട് 8 പുതിയ റോഡുകളാണ് 60 ലക്ഷം രൂപയോളം ചിലവഴിച്ച് വാർഡ് പരിധിയിൽ പുതുതായി നിർമ്മിച്ചത്. വരും വർഷങ്ങളിലും ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് വാർഡ് മെമ്പർ സന്ദീപ് കൊന്നനാത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി PP കൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയ് കുമാർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വളരെ മഹത്വമാണ്. പക്ഷേ നാം പറയുന്ന കാര്യങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് പലപ്പോഴും ബോധ്യപ്പെടാറില്ല. അനുസ്മരണ യോഗത്തിൽ M നാരായണൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MK ജയപ്രകാശ്, M സുരേന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, RG പിള്ള എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ ഗർഭാശയ ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. KRN സേഫിന്റെയും കോളേജിലെ NSS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിലവിൽ സ്ത്രീകൾക്കിടയിൽ ഗർഭാശയ ക്യാൻസർ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ക്യാൻസറിനെക്കുറിച്ച് കൃത്യമായ അവബോധവും മാർഗനിർദ്ദേശങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ KRN സേഫ് CEO ശങ്കർ അയ്യർ വിഷയാവതരണം നടത്തി. ചടങ്ങിൽ NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അരുൺ മോഹൻ അധ്യക്ഷനായി. NSS വളണ്ടിയർ അനഘ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ നൈന ഫെബിൻ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. INTUC പാലക്കാട് ജില്ലാ പ്രസിഡന്റായി
SK അനന്തകൃഷ്ണൻ ചുമതലയേറ്റു. പാലക്കാട് ജില്ലാ INTUC ജനറൽ ബോഡി യോഗത്തിൽ വച്ചാണ് അനന്തകൃഷ്ണൻ ചുമതലയേറ്റത്. യോഗം INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. INTUC സീനിയർ വൈസ് പ്രസിഡന്റ് K അപ്പുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ നെടും തൂണുകളിൽ ഒന്നായ അടിസ്ഥാന തൊഴിലാളി വർഗത്തെ മതേതര സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടോടുകൂടി മുതലാളിത്ത ചൂഷണങ്ങൾക്ക് വിധേയമാകാതെ രാജ്യത്തിന്റെ പുരോഗതികളിൽ ഭാഗവക്കാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മഹാത്മാജിയുടെ അനുഗ്രഹാശിസുകളോടെ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് INTUC എന്ന് R ചന്ദ്രശേഖരൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന് ഈ രാജ്യത്ത് ഇനിയൊരു സ്ഥിരം തൊഴിൽ വേണ്ട എന്ന് പ്രഖ്യാപിച്ചു. അതിനൊക്കെ എതിരെയുള്ള ശക്തമായ സമരമാണ് നമ്മൾ നടത്തി വരുന്നത്. എത്ര സമരം നടത്തിയാലും കേന്ദ്ര ഗവൺമെന്റ് കുലുങ്ങത്തില്ല. അവർക്ക് ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു ഭരണ സംവിധാനമാണ്. ആ 10 വർഷക്കാലം നമ്മുടെ നേതാക്കന്മാർ കൂടി അറിയാൻ വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ ഫണ്ട്, INTUC എന്ന തൊഴിലാളി സംഘടന, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തൊഴിലാളി സംഘടനയാണ് INTUC. ലോകത്ത് ഇന്ത്യയിലെ നമുക്ക് 4 കോടി മെമ്പർഷിപ്പാണ്. നമ്മളെക്കാൾ കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ളത് ലോകത്തൊരു രാജ്യത്തെ ഉള്ളൂ, ചൈനയിലെ ചൈനീസ് ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ. പക്ഷേ ചൈനീസ് ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ സ്വതന്ത്രമല്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ കേരളത്തിലെ CIT തീരുമാനിക്കുന്നത് പോലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ചൈനീസ് ട്രേഡ് യൂണിയൻ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആരാകണം, സെക്രട്ടറി ആരാകണം. ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് A തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, മുൻ MLA CP മുഹമ്മദ്, INTUC സംസ്ഥാന സെക്രട്ടറി V അബ്ദുള്ളക്കുട്ടി, നിർവാഹക സമിതി അംഗം PR സുരേഷ്, തൊടിയൂർ രാമചന്ദ്രൻ, സുധാകരൻ പ്ലാക്കാട്ട്, കളത്തിൽ കൃഷ്ണൻകുട്ടി, MN ഗോകുൽദാസ്, P ബാലചന്ദ്രൻ, തനികാചലം, KV ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പച്ചക്കറിത്തോട്ടം പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ് നിർവഹിച്ചു. സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിലാണ് പച്ചക്കറിത്തോട്ടം ഒരുക്കുന്നത്. വാരണാസി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൃഷിയിടം അറിവിടം എന്ന പേരിലാണ് പച്ചക്കറിത്തോട്ടം പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പച്ചക്കറിത്തോട്ടം ഒരുക്കുന്നത്. പച്ചക്കറിത്തോട്ടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ് നിർവഹിച്ചു. പരിസ്ഥിതിയിലേക്കൊക്കെ ബന്ധപ്പെടുന്ന നിലയ്ക്ക് വളരെ വിപുലമായിട്ടുള്ളൊരു പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന് പൂർവ്വ വിദ്യാർത്ഥികൾ, വടനംകുറിശി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന വളരെ ശക്തമാണ്. നിരന്തരമായി പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടന അവിടെ ഉണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സഹായത്തോടുകൂടി വളരെ വിപുലമായി കൃഷിയിടം അറിവിടം എന്ന പേരിൽ നടക്കുന്ന ഈ ക്യാമ്പയിൻ ഔപചാരികമായി. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് K അശോകൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി ക്ലബ്ബ് പ്രസിഡന്റ് ബാലൻ, വൈസ് പ്രസിഡന്റ് പരമൻ, മറ്റു അംഗങ്ങളായ PP വിജയൻ, M രാമേന്ദ്രൻ, വേണുഗോപാലൻ, ഗോവിന്ദൻകുട്ടി, മഞ്ജുനാഥ് എന്നിവർക്ക് പുറമെ പരിസ്ഥിതി ക്ലബിന് നേതൃത്വം നൽകുന്ന അധ്യാപകരായ അനിൽകുമാർ, ഷിജി, സ്കൂൾ HM M ഗീത എന്നിവർ സംസാരിച്ചു. തോട്ടത്തിലേക്ക് ആവശ്യമായ 200 ഗ്രോ ബാഗുകൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുരുന്നുകൾക്ക് കളി ഉപകരണങ്ങളുമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 40 അംഗനവാടികൾക്കാണ് കളി ഉപകരണങ്ങൾ നൽകിയത്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് അംഗനവാടികൾക്ക് കളി ഉപകരണങ്ങൾ നൽകിയത്. 2023-24 വർഷത്തെ ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കളി ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ ടീച്ചർ നിർവഹിച്ചു. പഠനത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ആദ്യമായി എത്തുന്ന ഒരു ഇടമാണ്. കുടുംബം എന്നുള്ള സമൂഹത്തിൽ നിന്നും അവർ പുറത്തേക്ക് വരികയും ആദ്യമായി മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ പഠിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് അവർക്ക് അനുയോജ്യമായ രീതിയിലേക്ക് ഒരുക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ കേരള സർക്കാരാണെങ്കിലും വനിതാ ശിശു വികസന വകുപ്പാണെങ്കിലും അംഗനവാടികൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. 5 ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 40 അംഗൻവാടികൾക്കാണ് കളിയുപകരണങ്ങൾ നൽകിയത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TP രജീഷ്,
സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, മെമ്പർമാരായ AK മുഹമ്മദ് അലി, KV രാജേഷ്, ICDS സൂപ്പർവൈസർ ശ്യാംലി വിശ്വൻ, M ഉഷാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കഴിഞ്ഞ ദിവസം പറളി തേനൂരിൽ അവശനിലയിൽ കണ്ടെത്തിയ വയോധികനെ അഭയം നൽകി പത്രിപ്പാല കാരുണ്യ ഭവൻ. മങ്കര ജനമൈത്രി പോലീസിന്റെ ഇടപെടലിനെ തുടർന്നാണ് 74 വയസ്സുള്ള നിരാശ്രയനായ വയോധികനെ കാരുണ്യ ഭവനിൽ അഭയം നൽകിയത്. തേനൂരിൽ റോഡിന് സമീപം വയോധികനെ അവശനിലയിൽ കണ്ട നാട്ടുകാർ മങ്കര പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ജനമൈത്രി പോലീസ് ഓഫീസർമാരായ SI ജഗദീശൻ, ASI ഉഷ എന്നിവരുടെ നേതൃത്വത്തിൽ മങ്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം വയോധികനെ കുളിപ്പിച്ച് പുതുവസ്ത്രവും ഭക്ഷണവും നൽകി. തുടർന്ന് പോലീസ് തിരക്കിയപ്പോഴാണ് ഹരിദാസ് എന്നാണ് പേരെന്നും വാണിയംകുളമാണ് സ്വദേശമെന്നും വയോധികൻ പറഞ്ഞത്. നിരാശ്രയനായ വയോധികന്റെ അവസ്ഥ മനസ്സിലാക്കിയ മങ്കര പോലീസ് പത്രിപ്പാലയിലെ കാരുണ്യഭവനുമായി ബന്ധപ്പെട്ടതോടെയാണ് വയോധികന് കാരുണ്യഭവനിൽ താമസിക്കാനുള്ള അനുമതി ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പുന്നയൂർക്കുളത്ത് റോഡിൽ രക്തം പരന്നുകിടക്കുന്നത് പരിഭ്രാന്തി പരത്തി. വടക്കേക്കുന്നത്ത് റോഡിൽ രക്തം കണ്ടത് രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ. രക്തസാമ്പിൾ ശേഖരിച്ചതായും കൂടുതൽ പരിശോധന നടത്തുമെന്നും പോലീസ്. പ്രാഥമിക പരിശോധനയിൽ സമീപത്ത് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. തിരുവല്ലോമല ചിക്കൻ സെന്റർ മോഷണം. ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. പഴയന്നൂർ പോലീസിന്റെ പിടിയിലായത് ബംഗാൾ ഹുഗ്ലി സ്വദേശി 24 വയസ്സുള്ള സ്വധൻ ഹസ്ര. പാഞ്ഞാൾ പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഇനി സുഖയാത്ര. നിർമ്മാണം പൂർത്തിയായ 3 ഗ്രാമീണ റോഡുകൾ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. റോഡ് നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 30 ലക്ഷം രൂപ ചിലവഴിച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.